നിലമ്പൂർ കോടതിപ്പടിയിൽ നിന്ന് ആരംഭിച്ച LDF സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ റോഡ് ഷോ ഇപ്പോഴും തുടരുകയാണ്. എല്ലാത്തിനും വർഗീയതയോടും ഒരു വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുന്ന കലർപ്പില്ലാത്ത മതേതരവാദി സേഫ് സൈൻലാബ്ദീൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സേഫ്, വലിയ സ്വീകരണമാണ്, ആവേശോജ്വലമായ സ്വീകരണമാണ് സ്വരാജിന് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ അവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഇപ്പോൾ മുഖ്യമന്ത്രി എത്താനിരിക്കുന്നു, കളം മാറുകയാണല്ലേ? അതെ അമൃത, വലിയ ആവേശോജ്വല സ്വീകരണം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ സ്വരാജിന് ലഭിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഔദ്യോഗികമായി തീരുമാനിച്ച റോഡ് ഷോ ഇവിടെ നടക്കുന്നത്. ബൈക്ക് റാലിയാണ് നടക്കുന്നത്. അതിന് പിന്നാലെ പാർട്ടിയുടെ ഒരു ജാഥ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പാർട്ടി ഒന്നാകെ ഉണരുന്ന കാഴ്ച, പാർട്ടി അണികൾക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കുന്ന കാഴ്ച നമുക്ക് നിലമ്പൂരിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. കോടതിപ്പടിയിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ അത് ഇവിടെ നിന്ന് തുടങ്ങി പലയിടങ്ങളിൽ പൂക്കോട്ടുപാടം, കരുളായി, മുത്തേടം, വഴിക്കടവ്, മരുത, പോത്തുകൽ, ചുങ്കത്തറ, എടക്കരയിൽ ഇത് രാത്രി 7 മണിക്ക് അവസാനിക്കേണ്ടതാണ്. പക്ഷേ തീരുമാനിച്ച സമയത്ത് റോഡ് ഷോ തുടങ്ങാൻ കഴിഞ്ഞില്ല. കാരണം രാവിലെ റോഡ് ഷോ തീരുമാനിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ സ്വരാജ് വന്നിറങ്ങിയപ്പോൾ അത് റോഡ് ഷോ ആയി മാറുകയും ചെയ്തു. അതുകൊണ്ട് അത് വൈകിയാണ് എത്തിയത്. അതുകൊണ്ട് ഇപ്പോൾ വൈകിട്ടത്തെ റോഡ് ഷോ കുറച്ച് വൈകി. എന്തായാലും വലിയ ആവേശം, പാർട്ടി അണികൾക്കിടയിൽ വലിയ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ആവേശം എല്ലാവരിലും, പാർട്ടി അണികളിൽ എല്ലാവരിലും കാണുന്നുണ്ട്. കാലങ്ങൾക്ക് ശേഷമാണ് പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഒരാൾ മത്സരിക്കുന്നത്. ആ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെ പാർട്ടി സ്ഥാനാർത്ഥി വരികയാണ് കുറെ കാലങ്ങൾക്ക് ശേഷം, എന്ത് തോന്നുന്നു? അടിപൊളിയല്ലേ, കളറല്ലേ, അടിപൊളി. അതെ, അൻവർ വല്ല ഫാക്ടർ ആവും ഇവിടെ. പോയെന്നോടുകൂടി ലോകത്തിനെ പോയി ഞങ്ങളെ. അതെ, സ്വരാജ് ജയിക്കും. പാർട്ടി അണികൾക്ക് നിലമ്പൂരിൽ തീപ്പന്ത പോലെ കത്തുകയാണ്, വീട്ടിൽ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അൻവർ നിങ്ങളെ ചതിച്ചെന്ന് തോന്നുന്നുണ്ടോ? ചതിച്ചെന്ന് ഉറപ്പല്ലേ. ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും ചതിച്ചു കണ്ടാണ് പോയത്. നിങ്ങൾക്ക് വലിയ സ്നേഹമായിരുന്നു അൻവറിനോട്? സ്നേഹമായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു മനുഷ്യനായി മാറി. അങ്ങനെ അൻവറിനോടുള്ള ഒരു സമീപനം, പാർട്ടി അണികളുടെ ഒരു സമീപനം നമ്മൾ കാണുന്നതാണ്. കാരണം പാർട്ടി അണികൾ അൻവറിനെ ഈ കടന്നൽ കൂട്ടം എന്നൊക്കെ പറയുന്ന പോലെ അൻവറിനെ വലിയ രീതിയിൽ സ്നേഹിച്ചാണ്. എന്ന് തോന്നുന്നു? വലിയ ആവേശം. പാർട്ടി ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കും, പിടിക്കും, നിലമ്പൂര് പിടിക്കും. അൻവർ എന്ത് ഇവിടെ അൻവറൊന്നുമല്ല. ആര്യയുടെ മുഹമ്മദോ അല്ല ആര്യയുടെ ഷൗക്കത്തോ? ഇത് കുഞ്ഞാലിന്റെ മണ്ണാണ്. ഇത് സ്വരാജ് പിടിക്കും, ഉറപ്പാണ്. 100% ഉറപ്പാണ് LDF. ഒക്കെ പാർട്ടി അണികൾക്കിടയിലെ ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താ ആവേശം? ഭൂരിപക്ഷത്തിൽ മാത്രമേ സംശയമുള്ളൂ. നിങ്ങൾ നേരത്തെ സജ്ജമായിട്ടിരിക്കുകയാണ് ഇവിടെ മത്സരിക്കാൻ വേണ്ടി? ഞങ്ങൾ 1 മാസമായിട്ട് സജ്ജമാണ് പാർട്ടി.